നമസ്കാരം, ഡി ഫോക്കസിലേക്ക് സ്വാഗതം. റബ്ബറിന്റെ വിലയിടിവ് തടയാൻ പരിഹാരം ഉണ്ടാകുമോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇക്കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നികുതിരഹിത സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി റബ്ബർ കർഷകർക്ക് ഗുണമുണ്ടാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സ്വാഗതാർഹമാണെന്നും വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. എന്തായിരിക്കും റബ്ബർ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ? ഈ വിഷയമാണ് ഡി ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ശ്രീ JR പത്മകുമാർ BJP നേതാവ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരും. ശ്രീ ജോസഫ് മുതുശ്ശേരി കേരള കോൺഗ്രസ് നേതാവ് കോട്ടയം സ്റ്റുഡിയോയിലും ചേരും. ഒപ്പം റബ്ബർ ബോർഡ് മുൻ ചെയർമാൻ ശ്രീ PC സിറിയക്കും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇത് സംബന്ധിച്ച വാർത്തയിലേക്ക്. അഡ്വാൻസ് ലൈസൻസ് പ്രകാരം നികുതിരഹിത റബ്ബറിന്റെ ഇറക്കുമതി മാർച്ച് 31 വരെ നിരോധിച്ചുകൊണ്ടാണ് റബ്ബർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്നാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ച് യാതൊരുവിധ ഗുണവും ഈ ഉത്തരവിലൂടെ ഉണ്ടാകില്ലെന്നാണ് റബ്ബർ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം റബ്ബറിന്റെ ഇറക്കുമതിയിൽ തുറമുഖ നിയന്ത്രണം വരുത്താനും കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതും തത്വത്തിൽ കർഷകർക്ക് ഗുണമുണ്ടാക്കില്ല. കേന്ദ്ര സർക്കാർ എടുത്ത രണ്ട് തീരുമാനങ്ങൾ: ഒന്ന്, തുറമുഖ നിയന്ത്രണം; രണ്ട്, നികുതിരഹിത റബ്ബർ ഇറക്കുമതിക്ക് മാർച്ച് 31 വരെ നിരോധനം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് റബ്ബർ കർഷകർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഏതാണ്ട് 60% ഇറക്കുമതിയും ഈ മേൽപ്പറഞ്ഞ രണ്ട് തുറമുഖങ്ങൾ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാർച്ച് മാസം വരെയുള്ള എല്ലാവിധ ഇറക്കുമതികളും വ്യവസായികൾ നടത്തിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇത് കർഷകന്റെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനോ ഉള്ള ഒരു തീരുമാനം മാത്രമായി കാണേണ്ടിയിരിക്കുന്നു. അതേസമയം റബ്ബർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയത് തന്റെ നിരാഹാര സമരത്തിന്റെ ഫലമാണെന്ന് കേരള കോൺഗ്രസ് MP ജോസ് കെ മാണി പ്രതികരിച്ചു. മറ്റ് ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതുവരെ നിരാഹാര സമരവുമായി മുമ്പോട്ട് പോകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ഇന്ന് കേരള സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഈ സമരം ഇന്ന് കേന്ദ്രത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരിതുമായി ബന്ധപ്പെട്ട് കുടുക്കിയൊക്കെ ഉണ്ടായി. പക്ഷേ ഇനിയും നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട തീരുമാനമുണ്ടെങ്കിലേ ഉള്ളൂ റബ്ബറിൻ്റെ വില അല്ലെങ്കിൽ കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റബ്ബർ വില ഇടിവിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് LDF ജില്ലാ നേതൃത്വം ഫെബ്രുവരി 3 ഹർത്താലിനും ആഹ്വാനം ചെയ്തു. മീഡിയ 1 കോട്ടയം. റബ്ബർ വിഷയത്തിൽ മറ്റ് ആവശ്യങ്ങൾ പരിഗണിക്കും വരെ ജോസ് കെ മാണി MP നിരാഹാര സമരം തുടരുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണി പറഞ്ഞു. കേന്ദ്ര വിലസ്ഥിരതാ ഫണ്ടിൽ നിന്ന് 500 കോടി രൂപ അനുവദിക്കണമെന്ന് കേന്ദ്ര വാണിജ്യകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ഫോണിൽ ആവശ്യപ്പെട്ടതായും മാണി കോട്ടയത്ത് പറഞ്ഞു. ജോസ് കെ മാണി നിരാഹാര സമരം നടത്തുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സമര പരിപാടികൾ പല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ജനങ്ങളുടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് ഇതിനെ എടുക്കണം. ശ്രീ JR പത്മകുമാർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ശ്രീ ജോസഫ് മുതുശ്ശേരി കോട്ടയത്ത്, PC സിറിയക് മുൻ റബ്ബർ ബോർഡ് ചെയർമാൻ ടെലിഫോൺ ലൈനിലും അദ്ദേഹത്തെയും പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോസഫ് മുതുശ്ശേരി, ഇതിലെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. രാഷ്ട്രീയമുണ്ട്, അത് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുവർത്തിച്ചു വന്നിരുന്ന നയങ്ങൾ, ആഗോളതലത്തിലുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, ഇതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിക്കുക? ഏത് തരത്തിലാണ് റബ്ബർ കർഷകർ രക്ഷപ്പെടുക? അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ആഗോളതലത്തിലുള്ള റബ്ബറിന്റെ വില ഇടിവിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഭ്യന്തര ഉൽപാദനവും ഉപയോഗവും തമ്മിലുള്ള വ്യത്യാസം 70,000 ടൺ മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ വളരെ കൂടുതൽ ടൺ, ഏതാണ്ട് 5 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി അത് കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇറക്കുമതി, അനിയന്ത്രിതമായ ഇറക്കുമതി റബ്ബർ വിലയിടിവിന് കാരണമാകുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിൽ വലിയ ആലോചനയുടെയൊന്നും പ്രശ്നമില്ല. സാമാന്യമായ ബുദ്ധി മാത്രം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിലയിടിവ് ഉണ്ടാവുക സാധാരണമാണ്. അപ്പൊ അക്കാര്യത്തിൽ നമ്മുടെ ആവശ്യത്തിനപ്പുറത്ത് കേരളത്തിലെ 11 ലക്ഷം വരുന്ന ചെറുകിട നാമമാത്ര കൃഷിക്കാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടത്. ആ നടപടികൾ
സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം. അതാണ്. അതുകൊണ്ട് ഇത്തരമൊരു അന്തരാള ഘട്ടത്തിൽ റബ്ബർ വിലത്തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ താൽക്കാലികമായെങ്കിലും റബ്ബർ ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. അതാണ്. ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമല്ലല്ലോ. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ സ്വാഭാവികമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി, അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു ഭരണത്തിന്റെ അവസാന ഘട്ടം മുതൽ ഇക്കാര്യങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഈ ആവശ്യം ഇതേ സ്വരത്തിൽ ഇതേ ശബ്ദത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റ് മാർച്ചടക്കം പിന്നെ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലും പാർലമെന്റ് മാർച്ചടക്കം കേരള കോൺഗ്രസിന്റെ MLA-മാരും നേതാക്കന്മാരും ചേർന്ന് പാർലമെന്റ് മാർച്ചടക്കമുള്ള സമര പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നെ ഏത് ഭരണം എന്നുള്ള ഒരു പിന്നെ ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇത് കേരളത്തിലെ സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കുന്ന, ചെറുകിട നാമമാത്ര കൃഷിക്കാരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന താൽക്കാലികമായ ചില നടപടികൾ അത് എത്രത്തോളം ഫലം കാണുമെന്നാണ് കരുതുന്നത്? ഇപ്പോൾ തന്നെ ഞങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത് ഈ രീതിയിലുള്ള ചില ചെപ്പടി വിധികൾ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല റബ്ബർ വില എന്ന് തന്നെയാണ്. അല്ല, ചെപ്പടി വിദ്യകളുണ്ടെന്നും ഇത് റബ്ബർ കർഷകർ നേരിടുന്ന റബ്ബർ വില ഇടിവിനെ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും നടപടി വേണ്ടേ? എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള കാര്യം പുതുശ്ശേരിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതിനെ രാഷ്ട്രീയമായി കാണണ്ട. കേരളത്തിൽ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ദുരിതം പരിഹരിക്കണം എന്ന ആവശ്യം നിരവധി തവണ ഭാരതീയ ജനതാ പാർട്ടിയും വളരെ ശ്രമം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്ന സമയത്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ കാണുകയും ഈ കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2, പുതിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഈ മാസം 11/1 പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു ആവശ്യമാണ് ഇപ്പോൾ പരിഹരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ തുടർ ഓർഡറായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഗൗരവമായി ഇത് ചർച്ച ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഞങ്ങൾ NDA ഗവൺമെൻറ്, ഒന്നാം NDA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾക്ക് അന്ന് ഇവിടെ നിന്ന് ഒരു MP-യും ഇല്ല, MLA-യും ഇല്ല. എന്നിട്ട് പോലും ഞങ്ങൾ അന്ന് ചെയ്തത് ഇറക്കുമതി തീരുവ 35% മാറ്റി. അന്ന് അതുവരെ എല്ലാ തുറമുഖങ്ങളിൽ കൂടിയും ഇത് ഇറക്കുമതി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അന്ന് വിശാഖപട്ടണത്തും കൽക്കട്ട തുറമുഖവും മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ അവസരം കൊടുത്തിട്ടുള്ളൂ. ഇത് റബ്ബറിൻ്റെ വില ഗണ്യമായി ഉയർന്നു വന്ന സമയത്താണ് UPA ഗവൺമെൻറ് വരുന്നത്. അന്ന് കേരളത്തിൽ നിന്ന് 29 MP-മാരും പിന്തുണ കൊടുത്തിട്ടില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അവരതിനെ ഇറക്കുമതി തീരുവ 15% കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഏത് തുറമുഖം വഴി വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാനുള്ള അവസരം കൊടുത്തു. ആസിയാൻ കരാർ ഒപ്പിട്ട സമയത്ത് അന്ന് വരെ നെഗറ്റീവ് ലിസ്റ്റിലുണ്ടായിരുന്ന റബ്ബറിനെ അത് നീക്കിക്കൊടുത്തു, ഫ്രീ ട്രേഡിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല അഗ്രികൾച്ചർ ഇൻപുട്ടായിരുന്ന റബ്ബറിനെ വ്യവസായിക ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടാക്കി മാറ്റിക്കൊടുത്തു. എന്നിട്ട് ഈ രീതിയിൽ ആവശ്യമുള്ള ഇപ്പോൾ നേരത്തെ പുതുശ്ശേരി പറഞ്ഞ പോലെ 4 ലക്ഷം ടൺ വരെ ഇനി അടുത്ത ഒരു ദശാബ്ദ കാലത്തേക്ക് ആവശ്യമുള്ള സാധനം എല്ലാ തുറമുഖം വഴി ഇറക്കുമതി ഇവിടെ ചെയ്ത സമയത്തൊന്നും ആരും മിണ്ടിയില്ല. ഒരു അതിലെ രാഷ്ട്രീയമൊന്നും ആരും കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞങ്ങളെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പം 25% തീരുവയാക്കി. ഈ ഇറക്കുമതി ഇപ്പോൾ 2 തുറമുഖത്തെ റെസ്ട്രിക്റ്റ് ചെയ്തു. നീതിരഹിത റബ്ബർ ഇറക്കുമതി മാർച്ച് 31 വരെ നിരോധിച്ചു. പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന സമയത്ത് പ്രഖ്യാപിച്ചത് റബ്ബറിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ ആ റബ്ബറിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് അത് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ കൂടുതൽ ഉൽപ്പാദനത്തിൽ റബ്ബറിൻ്റെ പങ്കാളിത്തം അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അദ്ദേഹം പ്രസിഡന്റ് കൊടുത്ത നിവേദനത്തിൽ ശ്രീ PC സിറിയക്, ഇവിടെ സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. റബ്ബർ ബോർഡിനും അതേ പരിമിതികൾ ഉണ്ടാവും. റബ്ബർ ബോർഡ് തന്നെ റബ്ബർ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ തന്നെ കാര്യക്ഷമമാക്കണം, അത് പുനഃസംഘടിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ സമരത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ നയ പരിപാടികൾ തന്നെയാണ് ഇതിനൊക്കെ പ്രധാനമായ കാരണമെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചത് കൊണ്ടും രക്ഷപ്പെടാവുന്ന അവസ്ഥയിലാണോ ആഗോള വിപണിയിൽ റബ്ബറിന്റെ അവസ്ഥ ഉള്ളത്? ആഗോള വിപണി തകർന്നു കിടക്കുകയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും.
ഇന്ന് തന്നെ ഉദാഹരണമായിട്ട് അവർ പറയുന്നുണ്ട് 2 മാസത്തേക്ക് ഇറക്കുമതി നിരോധിച്ചുവെന്ന്. 2 മാസം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് WTO എഗ്രിമെന്റ് ആയി സൈൻ ചെയ്തു, എന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി ഒന്നും നിവർത്തിയില്ല, ഇറക്കുമതി നിർബാധം അനുവദിക്കുകയേ നിവർത്തിയുള്ളൂ എന്ന്. ഇപ്പോൾ തെളിയുന്നു കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട് 2 മാസത്തേക്ക് ഇറക്കുമതി നിർത്തിവെക്കാൻ. 2 മാസത്തേക്ക് നിർത്തിവെക്കാൻ അധികാരം ഉണ്ടെങ്കിൽ 2 കൊല്ലത്തേക്ക് വേണമെങ്കിലും നിർത്തിവെക്കാം. അപ്പൊ അതല്ല ഇഷ്യൂ. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന് WTO ഉടമ്പടിക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നന്നാക്കാനുള്ള നടപടികൾ എടുക്കാം. ഉദാഹരണമായിട്ട് ഒരു കാര്യം, ഇന്ന് അന്താരാഷ്ട്രീയ വില കുറവാണ്, സമ്മതിച്ചു. തായ്ലൻഡ് 40 ലക്ഷം ടൺ റബ്ബർ അവർ ഉത്പാദിപ്പിക്കുന്നു. പക്ഷെ അവരുടെ അവിടെയുള്ള ആഭ്യന്തര വ്യവസായങ്ങളുടെ ഉപഭോഗം വെറും 3 ലക്ഷം ടൺ മാത്രമാണ്. ബാക്കിയുള്ള 37 ലക്ഷം ടൺ കയറ്റുമതി ചെയ്യാതെ അവർക്കൊരു നിവൃത്തിയില്ല. കിട്ടുന്ന വിലയ്ക്ക് കയറ്റുമതി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നഷ്ടം സഹിക്കുന്ന കർഷകർക്ക് അവര് ഒരുപാട് സബ്സിഡിയോ സാമ്പത്തിക സഹായങ്ങളോ ഒക്കെ നൽകി അവരെയും സമാധാനപ്പെടുത്തി നിർത്തുന്നു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൽപാദന ശേഷി 10 ലക്ഷം ടണ്ണേ ഉള്ളൂ. ഇവിടെയുള്ള വ്യവസായങ്ങൾക്കാണെങ്കിൽ 11 ലക്ഷം ടൺ വേണം താനും. അപ്പം നമ്മുടെ ഉൽപാദനം തീർച്ചയായിട്ടും ഇവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, അതിനേക്കാൾ കൂടുതൽ അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ 10 ലക്ഷം ടൺ ഉൽപാദനം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ 15,000 ടണ്ണേ ഉള്ളൂ. അന്ന് രാജ്യം തീരുമാനിച്ചു ഈ ഒരു തന്ത്രപ്രധാനമായ റോ മെറ്റീരിയൽ, സ്ട്രാറ്റജിക് റോ മെറ്റീരിയൽ, തന്ത്രപ്രധാനമായ അസംസ്കൃത വസ്തുവിന്റെ കാര്യത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് 65 കൊല്ലത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 15,000-ൽ നിന്ന് 10 ലക്ഷത്തിലെത്തിയത്. ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്, നശിപ്പിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ കഴിഞ്ഞ 3-4-5 കൊല്ലത്തെ ഇമ്പോർട്ടിന്റെ ഫലമായിട്ട് തന്നെ എന്ത് സംഭവിച്ചു? ഈ 10 ലക്ഷം ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇന്നും ഉണ്ട്, മരങ്ങളവിടെ നിപ്പുണ്ട്. പക്ഷേ ആളുകൾക്ക് ടാപ്പ് ചെയ്യാൻ നിവൃത്തിയില്ല, വില ഇടിഞ്ഞു. ടാപ്പർക്ക് കൂലി കൊടുത്തു കഴിഞ്ഞു, ഒന്നും മിച്ചമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താൻ താങ്കളിലേക്ക്. അതിഥികൾ ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം